ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുടി വളരാനും മുടി ഒന്ന് ക്ലീൻ ചെയ്യാനുമൊക്കെ പണ്ട് മുതൽക്കേ പാരമ്പര്യമായി ഉപയോഗിക്കുന്ന ഒന്നാണ് താളി. ചെമ്പരത്തിയുടെ പൂവും ഇലയും അരച്ച് ഉണ്ടാക്കുന്ന ഈ താളി നമ്മുടെ മുടി നല്ല ക്ലീൻ ആക്കാനും സ്മൂത്ത് ആക്കാനും മുടിയിലെ ഡാൻഡ്രഫും ബാക്കിയുള്ള അഴുക്കൊക്കെ കളയാനും വളരെയധികം സഹായിക്കുന്നതാണ്. കൂടാതെ മുടി ഉള്ളോടെയും കരുത്തോടെ വളരാനും ഇത് വളരെയധികം സഹായിക്കുന്നു. താളിയിൽ ചെമ്പരത്തിയുടെ പൂവും ഇലയും മാത്രമല്ല കറിവേപ്പില, ആര്യവേപ്പില അതുപോലുള്ള പല ഇലകളും കൂടി ചേർത്തുണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാവരുടെയും വലിയൊരു പ്രശ്നമാണ് സമയമില്ലായ്മ. സമയമില്ലാത്തത് കൊണ്ട് ആർക്കും ഇതൊന്നും ഉണ്ടാക്കാനോ തലയിൽ തേക്കാനോ ഒന്നും പറ്റുന്നില്ല. കൂടാതെ ഹോസ്റ്റലിലും പുറത്തൊക്കെ പോയി താമസിക്കുന്നവർക്കും ഇതൊന്നും ഉണ്ടാക്കാനോ പരീക്ഷിക്കാനോ പറ്റുന്നില്ല. അപ്പോൾ ഇതിനെല്ലാം നല്ലൊരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയുമായി വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി ഹോസ്റ്റലിലും മറ്റു പുറത്തു പോയി താമസിക്കുന്നവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ നമ്മുടെ ഷാമ്പു ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇതും ഉപയോഗിക്കാം. അപ്പോൾ താളിപ്പൊടി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ആര്യവേപ്പില, ചെമ്പരത്തിയുടെ പൂവും ഇലയും കൂടാതെ കറിവേപ്പിലയുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മുടി വളരാൻ സഹായിക്കുന്ന മറ്റേത് ഇല വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കൂടി നല്ല വെയിലത്ത് ഉണക്കാൻ വെക്കണം. ഒരു 4-5 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് നന്നായി ഒന്ന് ഉണങ്ങി വരും. അതുവരെ നല്ല വെയിലത്ത് തന്നെ ഇത് വെക്കേണ്ടതാണ്. ഈ ഇലകൾ കൂടാതെ ഇതിലേക്കൊരു 4 നെല്ലിക്ക കൂടി ഞാൻ ചെറിയ കഷണങ്ങളാക്കി മുറിച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ഇതും നമുക്ക് വെയിലത്തിട്ട് നന്നായി ഒന്ന് ഉണക്കിയെടുക്കണം. ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാം നമ്മുടെ മുടി വളരാൻ വളരെയധികം സഹായിക്കുന്നതാണ്. ഇത് മുടി വളരാൻ മാത്രമല്ല മുടി കൊഴിച്ചൽ തടയാനും കൂടാതെ മുടിയിലെ താരനും മറ്റു പല പ്രശ്നങ്ങൾക്കും വളരെയധികം സഹായിക്കുന്ന ഒരു കൂട്ടാണിത്. ഈ ഇലകൾ കൂടാതെ ഇതിലേക്ക് ചെറുപയറും ഉലുവയും ഫ്ലാക്സീഡും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ഓരോ കപ്പ് വീതം എടുത്ത് ഉണക്കി പൊടിച്ചതിന് ശേഷമാണ് താളിപ്പൊടിയിലേക്ക് ചേർക്കുന്നത്. ഇതിനൊന്നും ഒരു കൃത്യമായ അളവില്ല. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ അളവുകളിൽ ചേഞ്ച് വരുത്താവുന്നതാണ്. ഫ്ലാക്സീഡും ഉലുവയും ചെറുപയറുമൊക്കെ ഇപ്പോൾ എല്ലാ കടകളിലും ലഭ്യമാണ്. ഫ്ലാക്സീഡ് നമ്മുടെ മുടി നല്ലോണം മോയ്സ്ചറൈസ് ചെയ്യാനും കൂടാതെ മുടി കൊഴിച്ചൽ മാറ്റി മുടി ഉള്ളോടെയും കരുത്തോടെ വളരാനും വളരെയധികം സഹായിക്കുന്നതാണ്. ഉലുവ മുടി കൊഴിച്ചൽ മാറാനും കൂടാതെ തലയിലെ താരനും വളരെ നല്ലതാണ്. ഉലുവ മുടി കൊഴിച്ചൽ മാറ്റി മുടി ഉള്ളോടെയും കരുത്തോടെയും വളരാനും വളരെയധികം സഹായിക്കുന്നു. കൂടാതെ തലയിലെ ഡാൻഡ്രഫിനും ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറിനുമൊക്കെ വളരെ നല്ലതാണ്. കൂടാതെ തലമുടി നരയ്ക്കുന്നതിനും ഉലുവ വളരെ നല്ലതാണ്. അതുപോലെ തന്നെയാണ് ചെറുപയറും. ഇത് പണ്ട് മുതൽക്കേ തന്നെ മുടി കഴുകാൻ ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇത് മുടി കഴുകാനും കൂടാതെ മുടിയിലെ ഡാൻഡ്രഫിനുമൊക്കെ വളരെ നല്ലതാണ്. ഇത് മുടിക്ക് നല്ലൊരു ഷൈനിങ് കൂടി തരുന്നതാണ്. ഇതെല്ലാം എടുത്ത് ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. അധിക ദിവസമൊന്നും ആവശ്യമില്ല. ഒരു 1-2 ദിവസം ഒന്ന് ഉണക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇലകളെല്ലാം നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. ഇത് ഞാൻ 4 ദിവസം ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയെടുത്തതാണ്. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് കൈകൊണ്ട് ക്രഷ് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് പൊടിഞ്ഞു വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ യഥാർത്ഥ ഒരു പാകമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് മിക്സിയിലിട്ട് ചെറുതായിട്ട് പൊടിച്ചെടുക്കാം. വളരെ നൈസായിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ. അപ്പോൾ ഇത് മാക്സിമം ഒന്ന് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ചെറിയ പൊടികളും ബാക്കി നാരുകളുമൊക്കെ ഉണ്ട്. അത് നമുക്ക് അരിച്ചെടുത്ത് കളയാവുന്നതാണ്. ഞാൻ എല്ലാ ഇലകളും ഇതുപോലെ വളരെ നൈസായി പൊടിച്ചെടുത്തിട്ടാണുള്ളത്. ഇനി നമുക്കൊരു അരിപ്പ വെച്ച് ഇതൊന്ന് അരിച്ചെടുക്കാം.
ഇതുപോലെ തന്നെ ഉണക്കി വെച്ച ഉലുവയും ഫ്ലാക്സീഡും ചെറുപയറും കൂടി മിക്സിയിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. താളിപ്പൊടി ഉണ്ടാക്കിയ ശേഷം അത് ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾക്ക് തേങ്ങയുടെ പാലോ അല്ലെങ്കിൽ ഉലുവ കുതിർത്ത് വെച്ച വെള്ളമോ അതുമല്ലെങ്കിൽ സാധാരണ പച്ചവെള്ളം മാത്രം ആഡ് ചെയ്തും ഇത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ എല്ലാ പൊടികളും പൊടിച്ച് നന്നായി ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലിൽ ആക്കി സൂക്ഷിക്കാവുന്നതാണ്. ഇത് വളരെ കാലം വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കും മറ്റു പുറത്തു പോയി താമസിക്കുന്നവർക്കും വളരെ യൂസ്ഫുള്ളാണിത്. യാതൊരുവിധ പാർശ്വഫലങ്ങളില്ലാത്ത ഒരു താളിപ്പൊടിയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.